ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ലളിതം സാഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 69-ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവദ്ഗീതായ സാഖ്യയോഗോ നാമ്നേ ദ്വിതീയോധ്യായേ ഏകോനസപ്തതി ശ്ലോകഃ. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഃ. ഏതൊന്നാണോ സർവപ്രാണികൾക്കും രാത്രിയായിട്ടിരിക്കുന്നത് അവിടെ ജിതേന്ദ്രിയന്മാർ ഉണർന്നിരിക്കുകയാണ്. ഏതൊരു വിഷയാനുഭവത്തിലാണോ സർവപ്രാണികളും ഉണർന്നിരിക്കുന്നത് അവിടെ സത്യദർശിയായ മുനി രാത്രിയായിട്ട് കാണുന്നു. നാമത്തിലേക്ക് വരാം. നാമം 511. ബന്ധിന്യാദി സമന്വിത. ബന്ധിനി മുതലായ ദേവതമാരാൽ സമ്യക്കായിട്ട് അന്യുതിയായിരിക്കുന്ന ഏതൊരു ദേവിയാണോ ആ ദേവിയെ ബന്ധിന്യാദി സമന്വിത എന്ന് വിശേഷിപ്പിക്കാം. ബന്ധിൻ എന്ന വാക്കിന് ദ്യോതിപ്പിക്കുക, കാരണഭൂതമാകുക, ഉത്പാദിപ്പിക്കുക, വഞ്ചിക്കുക, മുറുകെ പിടിക്കുക എന്നൊക്കെ അർത്ഥങ്ങളാണ്. ഈ നാമത്തിനെ ബന്ധിന്യാദി സമന്വിത എന്നും എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ പറയുമ്പോൾ അത് എത്രമാത്രം എഫക്റ്റീവ് ആവുമെന്നും അറിയില്ല. ഒന്ന് ബന്ധിനിയും മറ്റേത് ബന്ധിനിയും, അതാണ് വ്യത്യാസം. ബന്ധിൻ എന്ന വാക്കിന് കവി, കിങ്കരൻ, തടവുകാരൻ, അപഹരിക്കുന്നവൻ, ഇര എന്നൊക്കെയാണ് നാനാർത്ഥങ്ങൾ. ഭക്തിതലത്തിൽ ബന്ധിനി യോജിക്കുന്നുണ്ട്, എന്നാൽ യുക്തിതലത്തിൽ ബന്ധിനിയാണ് കൂടുതൽ യോജ്യമാവുന്നത്. നമുക്ക് നോക്കാം അത് എങ്ങനെയാണെന്ന്. കാരണം മേധസ്സാണ് നമ്മുടെ വിഷയം, അല്ലേ? ആ മേധസ്സിനെ മാംസവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ദ്യോതിപ്പിക്കേണ്ടത്. എന്നാൽ മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ. അതുമാത്രമേ ശരീരത്തിനെ പോഷിപ്പിക്കുകയുള്ളൂ. അങ്ങനെ ബന്ധിപ്പിക്കുന്നതിനെ ബന്ധിനി എന്ന നാമത്താൽ വിശേഷിപ്പിക്കുകയാണ്. ബന്ധനം മുതലായ ശക്തിവിശേഷങ്ങളാൽ സംഭാവന ചെയ്യപ്പെട്ടവൾ എന്നാണ് സംവേദനം. അത് ഭക്തിയിലൂടെ നമുക്കെടുക്കാം. മധുപ്രീതിയുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ സ്നേഹം മുതലായ വികാരങ്ങളാൽ ബന്ധിതയായിട്ടുള്ളവളാണ് ആ ദേവി. ഏതൊരു വ്യക്തിയും ബന്ധിക്കപ്പെടുന്നത് സ്നേഹപാശത്തിലാണ്, അല്ലേ? അതിന് 1-ാം സ്ഥാനമാണ് നമുക്ക് ഏവർക്കും. കൊടുക്കുന്നില്ല എങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് സ്നേഹം മാത്രമാണ്. അങ്ങനെയുള്ള സ്നേഹം നമ്മിൽ കുടികൊള്ളുന്നത് മനസ്സുള്ളത് മൂലമാണ്. മനസ്സിനെ ബന്ധിപ്പിച്ച് നിർത്തുന്നത് ജീവനാണ്. ഛാന്ദോഗ്യോപനിഷത്തിലെ ഈ ശ്ലോകം നോക്കൂ. സയതാ ശകുതിഃ സൂത്രേണ പ്രബദ്ധോ ദിശം ദിശം പ്രതിത്വാന്യത്ര അയതനം അലബ്ധ്വാ ബന്ധനമേവോപശ്രയത ഏവമേവ ഖലു സൗമ്യ തന്മനോ ദിശം ദിശം പതിത്വാന്യത്ര അയതനമലബ്ധ്വാ പ്രാണമേവോപശ്രയത്തെ പ്രാണബന്ധനം ഹി സൗമ്യമനേതി. അർത്ഥം, എപ്രകാരമാണോ കാൽ ചരടുള്ള പക്ഷി എത്താവുന്ന ദൂരത്തോളം പാറി നോക്കിയിട്ട് വിശ്രമിക്കുന്നതിനായി തൻ്റെ ബന്ധനത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നത്, അപ്രകാരം മനസ്സ് ഓരോ ദിക്കിലും ചാടിപ്പോയിട്ട് മറ്റൊരു വിശ്രമസ്ഥാനം ലഭിക്കാതെ പ്രാണനെ തന്നെ ആശ്രയിക്കുകയാണ്. അല്ലയോ സൗമ്യ, ഇതിന് കാരണം എന്താണെന്നാൽ മനസ്സ് പ്രാണനാകുന്ന ബന്ധനത്തോടു കൂടിയുള്ളതാകുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിനെയും ശരീരത്തിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന പ്രാണനുണ്ടല്ലോ, അത് ബന്ധിനിയാണ്. നാമത്തിനെ അക്ഷരവർഗ്ഗങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാം. അപ്പോൾ ബ മുതൽ ലാ വരെയുള്ള 6 അക്ഷരങ്ങളുമായിട്ട് ചേർന്ന് വിരാജിക്കുന്ന ശക്തിയാണ്. ആ ശക്തിക്ക് മറ്റൊരു പേരാണ് ഇനി വരുന്ന 2-ാമത്തെ നാമത്തിൽ ആ നാമം വരുന്നുണ്ട്. ബ മുതൽ ലാ വരെയുള്ള 6 അക്ഷരങ്ങൾ എന്ന് പറഞ്ഞല്ലോ. അവ ബായും ഭായും മായും യായും രായും ലായുമാണ്. ഈ 6 അക്ഷരങ്ങളെ നമ്മുടെ 6 വികാരങ്ങളെ കുറിക്കുന്ന സ്വാധിഷ്ഠാന പത്മത്തിലെ 6 ഇതളുകളിൽ കുടികൊള്ളുന്ന ദേവതമാരായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അവയുടെ നാമങ്ങൾ ഇങ്ങനെയാണ്: ബന്ധിനി, ഭദ്രകാളി, മഹാമായ, യശസ്വിനി, രക്ത, ലംബോഷ്ഠി. ബന്ധിനി ബന്ധനമാണ്. ഭദ്രകാളിയാകട്ടെ ഭദ്രമായിട്ടുള്ള കാലമാണ്. മഹാമായയോ മായയുടെ അനാവരണമാണ്.
യശസ്വിനി നാമം പോലെ തന്നെ യശസ്സാണ് തരുന്നത്. രക്ത എന്നാൽ രാജസിക ശക്തിയാണ്. ലംബോഷ്ഠി ജ്ഞാനകുതൂഹലമാണ്. ഇവയൊക്കെ സമ്യക്കായിട്ട് അന്വിതമായിക്കൊണ്ട് വിരാജിക്കുകയാണ് ആ പത്മത്തിൽ. നമ്മുടെ ധാതുവിസ്താരങ്ങളിൽ ഓരോരോ അക്ഷരവർഗങ്ങളും ഓരോരോ തലങ്ങളിലാണ് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. സംവൃത, വൃത, ആവൃത, സമന്വിത എന്നിങ്ങനെയാണ് അല്ലേ? ആ നാമം ചൊല്ലി നോക്കുമ്പോൾ മനസ്സിലാവും അത്. ഈ ബന്ധിനിയായിട്ട് വിശേഷിപ്പിക്കുമ്പോഴോ കവിത്വം മുതലായവ പ്രദാനം ചെയ്യുന്ന അക്ഷരദേവതമാരാണ് എന്ന് കാണാം. നാമം അവസാനിപ്പിക്കുകയാണ്. സ്നേഹസ്വരൂപങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കട്ടെ നമ്മുടെ നാമം പൂർണ്ണമായി തീരുന്നത്. നമസ്കാര ശബ്ദം ഓം ബന്ധിന്യാദിസമന്വിതായൈ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി.